ദിഹാങ്ക ട്രാവലറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇരിക്കുന്നത് നേപ്പാളിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിൽ നിന്ന് ടൂർ പാക്കേജുകളുടെ അമിത ചെലവ് ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ നേപ്പാളിലെത്താം എന്നുള്ളതാണ്. എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഒരുപാട് നാളായി ചോദിക്കുന്നു എങ്ങനെയാണ് ഒറ്റയ്ക്ക് നേപ്പാളിലേക്ക് പോകാൻ സാധിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് എങ്ങനെ ഞങ്ങളിവിടെ എത്തി എന്നുള്ളത് പറയാൻ പോകുന്നത്. തൃശ്ശൂരിൽ നിന്നാണ് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. 12512 എന്ന് പറയുന്ന ട്രെയിൻ നമ്പർ റപ്തി സാഗർ എന്ന ട്രെയിനിലാണ് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് കയറി, പക്ഷേ ഇത് കൊച്ചുവേളി ടു ഗോരഖ്പൂർ എക്സ്പ്രസ് ആണ്. അപ്പോൾ ഇത് ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. തൃശ്ശൂരിൽ നിന്ന് ഉച്ചയ്ക്ക് 12:15 ഞങ്ങളുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തത്. ഇത് എത്തുന്നത് 2 ദിവസം കഴിഞ്ഞ് ഈവനിങ് ഏകദേശം 3 കൂടിയിട്ട് ഗോരഖ്പൂർ എത്തും. സെക്കൻഡ് എ സിയിലാണ് നമ്മൾ യാത്ര ചെയ്തത്. നല്ല ക്ലീൻ ആയിട്ടുള്ള കോച്ചായിരുന്നു. ഫുഡ് കഴിക്കാനുള്ള ടേബിള്, അതുപോലെ രാത്രി വായിക്കുന്നവരാണെങ്കിൽ റീഡിംഗ് ലാമ്പുണ്ട്. എല്ലാ പെട്ടിൻ്റെയും സൈഡിൽ റീഡിംഗ് ലാമ്പുണ്ട്. അതുപോലെ ചാർജ് ചെയ്യാനുള്ള സോക്കറ്റ് 2 സൈഡിലും തന്നിട്ടുണ്ട്. നമുക്ക് വിരിക്കാനുള്ള ബെഡ്ഷീറ്റും പുതപ്പും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫ്ലോറ് നല്ല ക്ലീൻ ആയിരുന്നു. നമ്മൾ ഗോരഖ്പൂർ ചൂസ് ചെയ്യാനുള്ള കാരണം നമ്മൾക്ക് പോവേണ്ട ബോർഡർ സുനൗലിയാണ്. സുനൗലി കിടക്കുന്നത് UP-യിലാണ്. അപ്പോൾ UP-യിൽ ഈ സുനൗലിക്ക് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഗോരഖ്പൂർ ആണ്. അപ്പോൾ ഈ UP-യിലുള്ള ഈ ഗോരഖ്പൂരിൽ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഒരു 2.5 മണിക്കൂർ യാത്രയുണ്ട് നമ്മൾ സുനൗലിക്ക്. അവിടെ നിന്ന് നമ്മൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നേപ്പാൾ ബോർഡർ കടക്കാനായിട്ട്. ഗോരഖ്പൂർ നമുക്ക് പരിചിതമായ ഒരു സിറ്റി അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ റെയിൽവേയുടെ റിട്ടയറിംഗ് റൂമിലാണ് താമസിക്കാനായിട്ട് തീരുമാനിച്ചത്. ഈ റെയിൽവേയുടെ റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ട്രെയിനിൽ യാത്ര ചെയ്യണം. ഇതിൻ്റെ PNR നമ്പർ കൊണ്ടാണ് അവിടെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ AC-യിലാണ് യാത്ര ചെയ്തിട്ടുള്ളെങ്കിൽ നമുക്ക് AC റൂം ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, AC-യിലല്ലെങ്കിൽ നമുക്ക് AC അല്ലാത്ത റൂമാണ് ഇവിടെ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് തന്നെയായാലും PNR നമ്പർ ഇല്ലാതെ നമുക്കിവിടെ ബുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ PNR വെച്ചിട്ടാണ് ഇത് ബുക്ക് ചെയ്യുക, റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, സോഴ്സ് ആണോ ഡെസ്റ്റിനേഷൻ ആണോ എന്നുള്ളത്. സോഴ്സ് ആണെങ്കിൽ നമ്മൾ ബോർഡ് ചെയ്യുന്നതിൻ്റെ 2 ദിവസം മുൻപ് നമുക്ക് താമസിക്കാം. നമ്മൾ ഡെസ്റ്റിനേഷൻ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളവിടെ എത്തിക്കഴിഞ്ഞിട്ട് 2 ദിവസം വരെ നമുക്ക് റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്യാവുന്നതാണ്. UP-യിലെ ഒരു മേജർ റെയിൽവേ സ്റ്റേഷനാണ് ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ തന്നെ ലോകത്തിലെ 2ാമത്തെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോം ഉള്ളത് ഗോരഖ്പൂരിലാണ്. ക്ലാസ് A1 റെയിൽവേ സ്റ്റേഷൻ ഫെസിലിറ്റീസ് ഓഫർ ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷൻ. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ റിട്ടയറിംഗ് റൂമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഗോരഖ്പൂർ സ്റ്റേഷനിലെ റിട്ടയറിംഗ് റൂമാണ് കാണിക്കാൻ പോകുന്നത്. റിട്ടയറിംഗ് റൂമിലേക്ക് കയറുന്നതിൻ്റെ ഭാഗത്ത് തന്നെ ഡോറിൻ്റെ മുകളിൽ തന്നെ അവർ അവിടുത്തെ റേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ മുകളിലേക്ക് കയറി ചെന്ന് ഇതാണ് റിസപ്ഷൻ. അവിടെയും അവർ കൃത്യമായിട്ട് എല്ലാ റൂമിൻ്റെയും റേറ്റ്സ് അവർ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളുടെ PNR നമ്പർ ചോദിച്ച് അവർ നമ്മൾ ബുക്കിംഗ് ചെയ്തിട്ടുള്ളത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് റൂമിലേക്ക് പോകാം. അപ്പോൾ അവിടെ ഒരുപാട് റൂമുകളുണ്ട്. ജെൻസിന് ഒറ്റയ്ക്കാണ് വരുന്നത് വെച്ചാൽ അവർക്ക് ഡോർമെട്രി ഉണ്ട്. 2 ഡോർമെട്രികളുണ്ട് ജെൻസിന്. ലേഡീസ് ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ അവർക്കും ഫീമെയിൽ ഡോർമെട്രികളുണ്ട് അവിടെ. ഇതാണ് നമ്മുടെ റൂം. നമ്മൾ ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളുടെ പെട്ടികളും ഒക്കെ വയ്ക്കാനുള്ള ഒരു റൂമുണ്ട്, ഡ്രസ്സിങ് റൂം പോലെ. അത് കഴിഞ്ഞ് ഇവിടെ തന്നെയാണ് നമ്മുടെ ബാത്റൂം. ഫുട്ബോൾ കളിക്കാനുള്ള എത്ര സ്ഥലമുണ്ട് ബാത്റൂമിൽ. വാഷ് ബേസിൻ, അവിടെ ലിക്വിഡ് സോപ്പ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബെഡ്റൂം, ബെഡ്, ടവല്,
ഒരു സോക്കറ്റ് ഉണ്ട്, ഉടപ്പ് വെച്ചിട്ടുണ്ട്. ഇവിടെ TV ഉണ്ട്. കപ്പും ജഗ്ഗും മാത്രമേ ഉള്ളൂ. ചായയിലും കോഫി പൗഡറും പഞ്ചസാരയൊന്നും ഇല്ല. പിന്നെ ഇവിടെ ഒരു ചെറിയ ഫ്രിഡ്ജ് ഉണ്ട്. ഫ്രിഡ്ജ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് കിടക്കുകയാണ്. ഇവിടെ നല്ല വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വാതിലുണ്ട്, AC ഉണ്ട്. ഇവിടെ വാതിൽ തുറന്നാൽ പുറത്തേക്ക് ഒരു ബാൽക്കണിയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോരഖ്പൂർ സിറ്റി അവിടെ കാണാം. ഇന്ത്യൻ ഫ്ലാഗൊക്കെ ഉണ്ട്. നമ്മൾ ഗോരഖ്പൂർ ഇറങ്ങി റിട്ടയറിംഗ് റൂമിൽ കയറി നമ്മൾ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ നമ്മുടെ ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഈ ഗോരഖ്പൂർ സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈവനിങ് ഒന്ന് ഇറങ്ങി. കൂട്ടത്തിൽ സനൌളിലേക്ക് എങ്ങനെ പോകാം എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കാനും കൂടിയിട്ടാണ് നമ്മൾ പുറത്തിറങ്ങിയത്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഗേറ്റ് നമ്പർ 6 കൂടിയാണ് പുറത്ത് വന്നത്. അപ്പോൾ സനൌളിലേക്കുള്ള നമ്മളുടെ ടാക്സിയും ബസ്സും ഒക്കെ കിട്ടുന്നത് ഗേറ്റ് നമ്പർ 4 അവിടെ നിന്നാണ് കിട്ടുന്നത്. 4 അവിടെയും 5 അവിടെയും നിർത്താവുന്നതാണ്. ഇത് രണ്ടും ഗേറ്റ് നമ്പർ 6 തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത്. ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് ഹോട്ടൽസ് ഓപ്ഷൻ ഉണ്ട്. താമസിക്കാനായാലും കഴിക്കാനായാലും ഒരുപാട് ഓപ്ഷൻസ് ഇവിടെയുണ്ട്. ഇവിടെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ്സ് വെക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ നടന്ന ഭാഗത്ത് മീനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മീനിലൊക്കെ നിറയെ ഈച്ച പൊതിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കത് കഴിക്കാൻ തോന്നില്ല. അതുപോലെ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റ് ധർമ്മശാല മാർക്കറ്റാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഒന്ന് നടന്നു. ഇവിടെ സ്ട്രീറ്റിലിരുന്നിട്ട് ബാർബർമാർ ഷേവ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടു, പണ്ട് കാലത്തെ രീതിയിൽ. അതേപോലെ ഇവിടെ തെരുവിൽ കഴിയുന്ന കുട്ടികൾ ഇതുപോലത്തെ കുരങ്ങന്മാർക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ കുരങ്ങന്മാരൊക്കെ നമ്മുടെ ഫുഡ് കഴിച്ചിട്ടാണ് തോന്നുന്നത്. നല്ല തടിയൊക്കെ ഉണ്ട് കുരങ്ങന്മാർക്ക്. ഇവിടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സ്നാക്സാണ് നല്ല ഫ്രഷ് എടുത്ത ജിലേബി, സമൂസ, കച്ചോരി, അതുപോലെ പേരറിയാത്ത കുറച്ച് സ്വീറ്റുകളുണ്ട്. ഇതൊക്കെയാണ് ഇവർ കഴിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചായ വെക്കുന്ന വേറൊരാളുണ്ടാവും. സ്വീറ്റ് വേറെ വെക്കുന്നുണ്ടാവും, ചായ വേറെ വെക്കുന്നുണ്ടാവും. ചായ നമ്മൾ വീട്ടിലൊക്കെ നല്ലോണം തിളപ്പിച്ച് കുറുക്കിയ പോലെയാണ് അവർ നമുക്ക് ചായ തരിക. അതേപോലെ ഇവിടെ എടുത്ത് പറയേണ്ടത് ഞങ്ങൾ അവിടെ നിന്ന് നടന്നു വരുമ്പോൾ തന്നെ ഏകദേശം 3 പോലീസ് സ്റ്റേഷനുകൾ നമ്മൾ കണ്ടു. ഒരുപാട് പോലീസുകാർ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഓട്ടോറിക്ഷ. ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു വലിയ മരമുണ്ട്. അവിടെ നിറയെ കൊക്കുകളും വേറെ പക്ഷികളൊക്കെ ഇരിക്കുന്നത് കണ്ടു. രാവിലെ നമ്മൾ ചെക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഗേറ്റ് നമ്പർ 5 മുമ്പിൽ തന്നെ നമുക്ക് ബസ്സും ടാക്സിയും കിട്ടുന്നതാണ്. ഇനി ബസ്സിൽ പോവുകയാണെങ്കിൽ ഒരാൾക്ക് 160 രൂപയും ടാക്സി ആണെങ്കിൽ ഒരാൾക്ക് 350 രൂപയാണ്. അതിപ്പോൾ നമ്മൾ 3 പേരായതുകൊണ്ട് 4ാമത്തെ ആളെ ഒഴിവാക്കി നമ്മൾ ഇത്തിരി ബാർഗെയിനൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1500 1400 രൂപയ്ക്കൊക്കെ നമ്മളെ ടാക്സിക്കാർ കൊണ്ടുവന്ന് ആക്കുന്നതാണ് ഈ സുനൌലിയിൽ. ഈ 160 രൂപയുടെ ബസ് എന്ന് പറഞ്ഞില്ലേ, അത് AC ഡീലക്സ് ബസ്സാണ്. അതവിടെ കൃത്യം 9:15 അവിടെ എത്തും. 10 മണിക്കൊക്കെ ആകുമ്പോൾ അവരവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. നമ്മളിപ്പോൾ സനൌലിയിലെത്തി. ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഇന്ത്യൻ കറൻസി നമ്മൾ നേപ്പാളി കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇന്ത്യൻ കറൻസീനെ അവർ IC എന്നും നേപ്പാളി കറൻസീനെ NC എന്നുമാണ് അവർ പറയുന്നത്. ഈ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നാണ് ഞങ്ങളുടെ കറൻസി മാറ്റിയത്. ഇവിടെ കറൻസി മാറ്റി കിട്ടും, പക്ഷേ ഒരു വലിയ ഷോപ്പിൽ കയറിയിട്ട് കറൻസി മാറ്റുന്നതായിരിക്കും നല്ലത്. ബാക്കി നമുക്ക് ആവശ്യമുള്ളത് നമ്മളുടെ ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് ATMന്ന് വിത്ഡ്രോ ചെയ്യുകയാണ് ചെയ്തത്. ഇത് ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേപ്പാൾ ബോർഡറിനോട് ചേർന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഇന്ത്യൻ കറൻസി എടുക്കുകയുള്ളൂ. ബാക്കി എല്ലായിടത്തും നേപ്പാൾ കറൻസിയാണ് അവരെടുക്കുന്നത്.
അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പുതിയ നോട്ടുകളുണ്ടല്ലോ, നിരോധനത്തിന് ശേഷം വന്നിട്ടുള്ള പുതിയ നോട്ടുകൾ എല്ലാം തന്നെ നേപ്പാളിൽ ബാൻഡാണ്. അതുകൊണ്ടാണ് കൺവേർട്ട് ചെയ്തിട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്നത്. നമ്മളുടെ കയ്യിലുള്ള നേപ്പാൾ കറൻസി തീർന്നു പോവുകയാണെങ്കിൽ നമ്മളുടെ ഡെബിറ്റ് കാർഡ് ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡ് ആയിരിക്കണം. അത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ തന്നെ എനേബിൾ ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്തിട്ട് വേണം വരാൻ. ചില ഡെബിറ്റ് കാർഡുകൾ ഓൾറെഡി ഇൻ്റർനാഷണൽ ആയിരിക്കും, ഒന്നും ചെയ്യേണ്ടി വരാറില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരുടെ അവിടുത്തെ ATM എന്ന് നേപ്പാളി കറൻസി വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്ത്യൻ ബോർഡറിൻ്റെ നമ്മുടെ ഗേറ്റ് ഉണ്ട്, ഇന്ത്യയുടെ ഗേറ്റ്, അവിടെ വരെ മാത്രമേ നമ്മളുടെ വണ്ടി പോവുകയുള്ളൂ. അതിനുശേഷം നമുക്ക് അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ നടന്ന് വേണം പോകാനായിട്ട്. ഞങ്ങൾ ചെന്ന ദിവസം, അതായത് മെയ് 14-ാം തീയതിയാണ് ഞങ്ങൾ അവിടെ എത്തിയത്. മെയ് 13-ാം തീയതി വരെ നേപ്പാളിലെ ഇലക്ഷൻ ആയിരുന്നതുകൊണ്ട് 3 ദിവസം ബോർഡർ ക്ലോസ്ഡ് ആയിരുന്നു. ഇന്ത്യയിൽ നിന്ന് ഒരാളെയും നേപ്പാളിലേക്ക് കടത്തുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 3 ദിവസത്തെ ഒരു വലിയൊരു തിരക്ക്, 14-ാം തീയതി ഓപ്പൺ ആയതുകൊണ്ട് വലിയൊരു തിരക്കുണ്ടായിരുന്നു. വണ്ടികളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു അവിടെ. ഇതാണ് ഇന്ത്യയുടെ ഗേറ്റ്. ഇപ്പോൾ ഇത് നമ്മൾ കടന്ന് അതിനപ്പുറത്തേക്ക് പോവുകയാണ്. ഇതാണ് നേപ്പാളിൻ്റെ ഗേറ്റ്. ഇത് അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേപ്പാളിൽ എത്തി. ഇവിടെ ശരിക്കും 15 വയസ്സിന് താഴെയുള്ളവർക്കും 65 വയസ്സിന് മുകളിലുള്ളവർക്കും ആധാർ കാർഡ് മാത്രം കാണിച്ചാൽ മതി. അല്ലാത്തവർക്ക് പാസ്പോർട്ടോ അല്ലെങ്കിൽ വോട്ടേഴ്സ് ID ആണ് ഇവിടെ കാണിക്കേണ്ടത്. പക്ഷേ ഇവിടെ യാതൊരു വിധത്തിലുള്ള ചെക്കിങ്ങും ഉണ്ടായിരുന്നില്ല. 16-ാം തീയതി മോഡി നേപ്പാളിലേക്ക് വരുന്നത് കൊണ്ട് മാത്രം ഇവിടുത്തെ മിലിറ്ററിക്കാർ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു എങ്ങോട്ടാണ് പോകുന്നതെന്ന്. നമ്മളിവിടെ യാതൊരു വിധത്തിലുള്ള ID കാർഡും കാണിച്ചിട്ടില്ല. നേപ്പാൾ ബോർഡർ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ അവിടുത്തെ സിം എടുക്കണം. കാരണം നമ്മുടെ ഇന്ത്യൻ സിം വർക്ക് ചെയ്യില്ല. അവിടെ പോയിട്ട് എൻസെൽ എന്ന് പറയുന്ന ഒരു സിമ്മാണ് ഏറ്റവും നല്ല കവറേജ് ഉള്ളത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും അതാണ് സജസ്റ്റ് ചെയ്തത്. നമ്മൾ എൻസെല്ലിൻ്റെ 2 സിം എടുത്തിട്ടുണ്ടായിരുന്നു. അത് 250 റുപ്പീസിന് 1 മന്ത് വാലിഡിറ്റി ഉള്ളത്. 5 GB ആണ് അതിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ എൻസെൽ ടു എൻസെൽ 200 മിനിറ്റ് നമുക്ക് ടോക്ക് ടൈം കിട്ടുന്നതാണ്. ഈ സിം എടുക്കുന്നത് അവിടെ ബോർഡറിൽ തന്നെ നമുക്ക് അവിടെ ആരോടെയും ചോദിച്ചാൽ മതി. അവിടെ 1-2 കടകളുണ്ട്. അവിടെ പോയിട്ട് നമ്മളുടെ ആധാർ കാർഡും ഒരു ഫോട്ടോയും വേണം. അപ്പോൾ എത്ര പേരുടെ പേരിലാണ് എടുക്കണമെന്ന് വെച്ചാൽ അവരുടെ ആധാർ കാർഡും അവരുടെ ഫോട്ടോയും കൊണ്ടു ചെന്ന് അവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു തമ്പ് ഇംപ്രഷൻ അവരെടുക്കും ഫോമിൽ. അതിനുശേഷം നമുക്കിത് അവർ തന്നെ ഇട്ട് തന്ന് അത് ആക്ടിവേറ്റ് ആയിക്കോളും. ഈ ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ നമ്മളുടെ സിം കാർഡ്, എൻസെല്ലിൻ്റെ സിം കാർഡ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പിയും നമ്മുടെ ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ആധാർ കാർഡ് ഒരു ഫോട്ടോയും കയ്യിൽ കരുതുന്നത് നല്ലതാണ്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ നമ്മളുടെ സിം ഇട്ടിട്ട് അത് ആക്ടിവേറ്റ് ആക്കി തരുന്നതായിരിക്കും. ഉടനെ തന്നെ ആക്ടിവേറ്റ് ആവും. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി വേറൊരു നമ്പറിലേക്ക് വിളിച്ച് നോക്കിയിട്ട്. അവിടുന്ന് ഞങ്ങൾ ഒരു ടാക്സി വിളിച്ചു. ലുംബിനിയിലാണ് നമ്മളുടെ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. ആലോക് ഇൻ എന്നുള്ള ഹോട്ടലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ ടാക്സി വിളിച്ചിട്ട് ടാക്സി ഫെയർ ഇന്ത്യൻ റുപ്പി 1000 രൂപയാണ് ചാർജ് വന്നിരിക്കുന്നത്. 1 അവർ 26 കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് ലുംബിനിയിലേക്ക്. അങ്ങനെ ഞങ്ങൾ നമ്മളുടെ ഈ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ടാക്സിയിൽ പോകുമ്പോഴാണ് ഇതുപോലെ ട്രക്കുകൾ നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ ടാക്സി ഡ്രൈവറോട് ചോദിച്ചപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ഇന്ത്യയിൽ നിന്നും നേപ്പാളിലേക്ക് ഫുഡ് കൊണ്ടുവരുന്ന ട്രക്കാണ് ഈ കിടക്കുന്നതെന്ന്. ഇങ്ങനെ 1 കിലോമീറ്ററോളം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നുണ്ടായിരുന്നു ഈ ട്രക്കുകൾ. ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് നേപ്പാളിൻ്റെ ഇൻ്റർനാഷണൽ എയർപോർട്ട് അവിടെ കണ്ടത്. അത് ഇതുവരെ പബ്ലിക്കിന് തുറന്നു കൊടുത്തിട്ടില്ല. മെയ് 16-ാം തീയതി മോഡിജിയാണ് ആദ്യമായിട്ട് ഈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നത്. ഗൗതം ബുദ്ധ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. മെയ് 16 ബുദ്ധപൗർണമി ദിവസമാണ് മോഡി അങ്ങോട്ടേക്ക് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം 5000-ഓളം ആൾക്കാരെ കൂട്ടിയിട്ടാണ് വരുന്നത്. നേപ്പാളിലെ മിലിറ്ററിയിൽ ഒരാളെ പോലും അദ്ദേഹം വെച്ചിട്ടില്ല. ഇന്ത്യൻ മിലിറ്ററിയാണ് അദ്ദേഹത്തിന് സെക്യൂരിറ്റി ആയിട്ട് വരുന്നത്. പവൻ ഹോട്ടലിലാണ് അദ്ദേഹം താമസിക്കുന്നത്. നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ ഇവരുടെ മിലിറ്ററിക്കാരും തന്നെ അവിടെ കാവൽ നിൽക്കുന്നതായിട്ട് കാണാം മോഡിജി വരുന്നതിൻ്റെ ഭാഗമായിട്ട്.
ഈ എയർപോർട്ടിൻ്റെ സമീപത്ത് ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന തരിശുഭൂമിയുണ്ട്. അവിടെ ശരിക്കും ഗുണ്ടകളായിരുന്നു താമസിച്ചിരുന്നത്. ഈ അടുത്താണ് ഈ നേപ്പാളി പോലീസ് ഈ ഗുണ്ടകളെയൊക്കെ അടിച്ചോടിച്ച് അവിടെ ക്ലീനാക്കിയത്. ഇപ്പോൾ ആ ഭാഗത്ത് യാതൊരു വിധത്തിലുള്ള കളവും വഞ്ചനയും ചതിയൊന്നും ഇല്ല. പുതിയൊരു രാജ്യത്ത് പോകുന്നതായതുകൊണ്ട് നിങ്ങൾ ഹോട്ടൽ ബുക്കിങ്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാശ് നഷ്ടപ്പെടും എന്നുള്ളൊരു പേടി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ booking.com നമുക്ക് കാശ് കൊടുക്കാതെ അത് ബ്ലോക്ക് ചെയ്തിടാം. നമുക്ക് വേണ്ട റൂംസ് ബ്ലോക്ക് ചെയ്തിടാം. അപ്പോൾ booking.com വഴി എപ്പോഴും കാശ് കൊടുക്കാതെ റൂം ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്.